വിഖ്യാത ഗായകൻ മുഹമ്മദ് റഫിയുടെ ജന്മശതാബ്ദി ഓർമ്മകളിൽ മറഞ്ഞെങ്കിലും ഇന്നും കാലം മൂളി നടക്കുന്നൊരീണമാണ് മുഹമ്മദ് റഫി. സംഗീതത്തിന്റെ ശ്രീകോവിലെത്തിയ അനുഭൂതിയെന്നാണ് റഫിയുടെ കടുത്ത ആരാധകനായ ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുംബൈയിലെ റഫിയുടെ സ്മരണകൾ ഉറങ്ങുന്ന വീട്ടിലെത്തി മടങ്ങുമ്പോൾ അനുഭവം പങ്കുവച്ചത്. ഇന്ന് ഡിസംബർ 24 വിഖ്യാത ഗായകൻ മുഹമ്മദ് റഫിയുടെ 100ാം ജന്മവാർഷികം. ഇന്ത്യൻ സിനിമാ ലോകത്തെ ആദ്യകാല പിന്നണി ഗായകനായ മുഹമ്മദ് റഫി 7405 ഗാനങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചത്. റഫിയുടെ കടുത്ത ആരാധകനാണ് ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ. മുംബൈ സന്ദർശന വേളയിൽ അനശ്വര ഗായകന്റെ ബാന്ദ്രയിലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുമ്പോൾ സംഗീതത്തിന്റെ ശ്രീകോവിലെത്തിയ അനുഭൂതിയെന്നാണ് നടനും ഗായകനുമായ ജയരാജ് വാര്യർ പറഞ്ഞത്. അതേസമയം രാജ്യം കണ്ട ഏറ്റവും മികച്ച പിന്നണി ഗായകന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയതും ജയരാജ് ചൂണ്ടിക്കാട്ടി. റഫി സാഹിബിന് 1966 പത്മശ്രീ. അന്ന് പത്മശ്രീക്കൊക്കെ വലിയ വില ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ റഫി സാഹിബിന് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ ഗവൺമെന്റ് ഒരു നാഷണൽ അവാർഡ് കൊടുത്തത് ഇപ്പോഴും പിടികിട്ടുന്നത്. ദാസേട്ടന് 3 തവണ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് റഫി സാഹിബിന്. അതോ ക്യാ ഹുവാ, ഞാൻ ചോദിച്ചു ക്യാ ഹുവാ എന്നാണ്. അനശ്വര ഗായകന്റെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന മുറി ഇന്ന് ഒരുപാട് ഓർമ്മകൾ പേറുന്ന മ്യൂസിയമാണ്. റഫിയുടെ മരുമകൻ പർവേസ് അഹമ്മദും വേൾഡ് ഓഫ് മുഹമ്മദ് റഫി വെൽഫെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ വെങ്കിടാചലവുമാണ് ഇതിഹാസ ഗായകന്റെ ചരിത്രത്തിലൂടെ ജയരാജിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഓർമ്മകളിൽ മറഞ്ഞെങ്കിലും ഇന്നും കാലം മൂളി നടക്കുന്ന ഒരു ഈണമാണ് മുഹമ്മദ് റഫി. റഫി സാഹിബിന് മുൻപും ഒരാളില്ല, അദ്ദേഹത്തിന് ശേഷം ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ എല്ലാവരും പ്രണമിക്കുന്നു. तेरी आंखों के सिवा दुनिया में प्रेमलाल, कैली न्यूज़, मुंबई।